ഹൈന്ദവാചാരപ്രകാരം കാലങ്ങളായി കേട്ടുശീലിച്ച ഒന്നാണ് ബ്രഹ്മമുഹൂർത്തം എന്ന പദം. സകല സൗഭാഗ്യങ്ങളും നൽകുന്ന സവിശേഷ സമയം. ബ്രഹ്മമുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കിയാൽ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആയുസ്സിനും ആരോഗ്യത്തിനും ഉപരിജീവിതത്തിനും എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കുമെന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. സൂര്യോദയത്തിന് 7:30 നാഴിക, അതായത് 3 മണിക്കൂർ മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം. സരസ്വതിയാമം, 7:30 പുലരുക എന്നിങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു. ഈ സമയത്ത് പ്രകൃതിയുടെ തമോ ഗുണം അകലുവാൻ തുടങ്ങുകയും സത്വഗുണം ഉദിക്കുകയും പ്രകൃതി ശാന്തത നിർമ്മലതയും പ്രാപിക്കുന്നുവെന്നാണ് ഹൈന്ദവ വിശ്വാസം. ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്നർത്ഥമുള്ള ബ്രഹ്മവും ശുഭസമയം എന്നർത്ഥമുള്ള മുഹൂർത്തവും ചേർന്നതാണ് ബ്രഹ്മമുഹൂർത്തം എന്ന വാക്ക്. ബ്രഹ്മത്തിൻ്റെ, അതായത് പരമാത്മാവിൻ്റെ അവസ്ഥയ്ക്ക് തുല്യമായ നിർമ്മലത്വം എന്നും ബ്രഹ്മജ്ഞാനത്തിന് വേണ്ട സാധനങ്ങളുടെ മുഹൂർത്തം എന്നും ഇതിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതി ഉണർന്ന് പ്രവർത്തിക്കുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തെ സരസ്വതിയാമം എന്ന് വിളിക്കുന്നത്. ചിട്ടയായ ജീവിതശൈലിയുടെ പ്രതിഫലനം എന്ന നിലയ്ക്കാണ് പണ്ടുള്ളവർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിനെ കണ്ടിരുന്നത്. കേവലം ആചാരത്തിന്റെ ഭാഗമായി മാത്രമല്ല, ആയുർവേദ വിധിപ്രകാരവും യോഗാശാസ്ത്രപ്രകാരവുമെല്ലാം ബ്രഹ്മമുഹൂർത്തം ഏറെ പ്രധാനപ്പെട്ടതാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപാണ് ബ്രഹ്മമുഹൂർത്തം. ഒരു മുഹൂർത്തം എന്നത് 48 മിനിറ്റാണ്. ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂർ 38 മിനിറ്റ് മുൻപുള്ള സമയമാണ്. എന്തുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്തം ദിവസത്തിലെ മികച്ച സമയങ്ങളിൽ ഒന്നാകുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്റർനാഷണൽ യോഗ ആൻഡ് അലൈഡ് സയൻസ് പ്രകാരം ഈ സമയത്തിൽ അന്തരീക്ഷത്തിൽ നേസൽ ഓക്സിജൻ ധാരാളം ഉണ്ടാകും. ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റ് ശ്വസന പ്രക്രിയ ചെയ്താൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. ശരീരത്തെ ശക്തിപ്പെടുത്താനായും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമമാണ്. എന്നാൽ അഷ്ടാംഗ ഹൃദയം പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എല്ലാ ആളുകൾക്കും ഉണർന്നെഴുന്നേൽക്കാൻ പറ്റിയ സമയം അല്ലെന്നാണ്. ഗർഭിണികൾ, കുട്ടികൾ, നേരത്തെ തന്നെ ഈ ചിട്ട പിന്തുടരാത്ത പ്രായമായവർ, ശാരീരിക മാനസിക രോഗമുള്ളവർ, തലേന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാത്തവർ എന്നിവർക്കെല്ലാം ഈ ചിട്ട ദോഷം ചെയ്യും. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നവർ വൈകി ഉറങ്ങുന്നത് അനാരോഗ്യകരമായി കണക്കാക്കുന്നു.